എലിസബത്ത് ഉദയനോട് പറയാനുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ഒരുപാട് വീഡിയോസ് കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിൽ സാക്ഷി ചെയ്യുന്നു. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങളുടെ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, നടന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായി. എനിക്കൊരു സൈക്കാട്രിക് ട്രോമയിൽ കൂടെ പോയി. ഞാനും അങ്ങനെ പോയിട്ടുള്ള ആളാണ്. നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എൻജിനീയറാണ്. നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു, പക്ഷേ നമ്പർ കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് പറയുന്നത്. എനിക്കും നമ്മൾ തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. എനിക്കിനി കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. നമ്മൾ രണ്ടുപേരും ഒരുപാട് പ്രശ്നങ്ങളോട് പോയിട്ടുണ്ട്. എന്നെക്കാൾ പ്രശ്നം അനുഭവിച്ച നിങ്ങളാണ്. ഞാൻ പബ്ലിക്കായിട്ട് പറയാൻ കാരണം ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾ നമ്പർ കിട്ടാൻ കുറേ ശ്രമിച്ചു, പക്ഷെ കിട്ടിയില്ല. ബാല എന്തുവേണേൽ എന്നും ചെയ്യാം, നിങ്ങളും ചെയ്യാം. ഞാൻ സിമ്പത്തിയുടെ പേരിൽ അങ്ങനെയൊന്നുമല്ല. നിങ്ങളുടെ അതേ അവസ്ഥയിൽ കൂടെ ഞാൻ പോയിട്ട് ഞാനും ബന്ധയിക്കുന്ന ആളാണ്. എനിക്ക് സൈക്കാട്രിക് പ്രോബ്ലമുണ്ട്, OCD. നിങ്ങൾക്കും ഉണ്ട്. നിങ്ങളുടെ അക്കാഡമി പോയിട്ടാണ്, നിങ്ങളുടെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്, എൻ്റെ ഫാമിലി അക്കാഡമി പോയിട്ടാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കല്യാണം തയ്യാറാണ്. അത് വേറെ ഒരു ദുരിതോഷവും ഇല്ല. നിങ്ങളോട് പറയാനുള്ളതാണ്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണും. ഇതാണ് ആറാട്ടാണ്. ആർക്കും ജീവിതം കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസമാണ് എലിസബത്തിൻ്റെയും ബാലയുടെയും വീഡിയോ നമ്മൾ കണ്ടത്. എലിസബത്ത് ബാലയ്ക്കെതിരെ ഒരുപാട് തെളിവുകൾ നിർത്തുകയും വോയിസ് റെക്കോർഡുകൾ പുറത്തുവിടുകയും ബാല ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായി. രണ്ടുപേരും തമ്മിൽ ഇപ്പോൾ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ആറാട്ടണ്ണൻ, ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആള് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്യുന്നത് ഇത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതല്ല, പക്ഷെ ചെയ്തു പോകുന്നതാണ്. ഇത് ഒരുപാട് പേര് ഇത് ചെയ്തൊക്കെ കളഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ തള്ളിക്കളഞ്ഞ കേസ് കെട്ടാണ്. പക്ഷെ ഇപ്പോഴും സമൂഹത്തിൽ ഒരു നോയ്സൻസ് ആയിട്ട് വായിൽ വരുന്നത് തോന്നിയ ദിവസങ്ങളെല്ലാം വിളിച്ചു പറയുക, എല്ലാവർക്കും ജീവിതം കൊടുക്കുക, ഇതൊക്കെയാണ് ഈ ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ആളിന്റെ മെയിൻ പരിപാടി. ഈ പുള്ളിയെ പൊക്കിക്കൊണ്ട് വന്നത് തന്നെ ഒരു സിനിമയുടെ റിവ്യൂ പറഞ്ഞു. ആ റിവ്യൂവിൽ ഒരു കോമാളിത്തരം കാണിച്ചു. കോമാളിത്തരം കാണിച്ചപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ എടുത്ത് തലയിൽ വെച്ചു. അങ്ങനെയാണ് പബ്ലിക്കിൽ പുള്ളിയെ എന്താണെന്ന് അറിയുന്നത്. പക്ഷെ പുള്ളി കാണിച്ചു കൂട്ടുന്നത് മൊത്തവും ഫേസ്ബുക്കിലായിക്കോട്ടെ, ഏത് വിഷയം ആയിക്കോട്ടെ, ഏതൊരു ലേഡീസിന്റെ വിഷയം വന്നാലും, ഏത് ലേഡീസ് ഇപ്പം എന്തെങ്കിലും വിഷയത്തിൽ പെടുകയാണെങ്കിൽ അവരെല്ലാം കല്യാണം കഴിക്കാൻ റെഡിയാണ്. ഇതിനു മുമ്പും സിനിമാ നടിയുടെ, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല, പല സിനിമാ നടികളെ എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, അത് പ്രശസ്തമായ നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറിനെ വരെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് പേര് ഇതൊരു മാനസിക രോഗമാണ്, മാനസിക രോഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തള്ളിക്കളഞ്ഞ കേസ് കെട്ടാണ്. പുള്ളി തന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരു നമ്മൾ കേട്ട വോയിസിനകത്ത് പറയുന്നുണ്ട്, ഞാനൊരു സൈക്രാറ്റിക് മെഡിസിനൊക്കെ എടുക്കുന്ന ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനും ആ ട്രോമയിൽ കൂടി കടന്നുപോയ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരാളെ കല്യാണം കഴിക്കാൻ ഒരാൾക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഇത് സ്ഥിരം ഇത് തന്നെയാണ് കലാപരിപാടി. മനുഷ്യനെ പലരും ഇതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെ ഇതിന്റെ പിറകിൽ തൂങ്ങണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആരും മൈൻഡ് ചെയ്യാതെ വിട്ടുപോകുന്നത്. എന്നുവെച്ചാൽ ഇതിന്റെ ഇങ്ങനെയുള്ള ഒരു ഉളത്തരം പറയുന്ന ആളുടെ പുറകിൽ നടക്കണമല്ലോ, ഒരു കേസുമായിട്ട് നടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പലരും ഇതിനെ തള്ളിക്കളയാറാണ് പതിവ്. പക്ഷെ ഞാൻ കുറെ ദിവസമായിട്ട് കാണുന്നുണ്ട് ഇതേ കാര്യം. നമ്മളും ഇത് ചെയ്യണ്ട, എന്തിനാണ് ഇങ്ങനെ ഒരു വിഡ്ഢിത്തം പറയുന്ന ഒരു വിഡ്ഢിയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ട് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ അതിലൊക്കെ കടന്ന് അങ്ങ് മേളിൽ പോയി. തോന്നിയ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് വന്നിരിക്കുക, എന്നിട്ട് ഓരോ ദിവസവും ഓരോരുത്തരെ എന്തെങ്കിലും പറയുക, അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, പല പെണ്ണുങ്ങളുടെ പല ലേഡീസിന്റെയും പേരുകൾ കൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ്, ഞാനും ഇങ്ങനെ കുടുംബമാണ്, ഞാനൊരു എഞ്ചിനീയറാണ്, ഇതൊക്കെ തന്നെ സ്ഥിരം പറയുന്ന കലാപരിപാടികളാണ്. അപ്പോൾ ഇതൊന്നും സമ്മതിച്ചു കൊടുക്കാൻ ഇവിടുത്തെ പോലീസോ അല്ലെങ്കിൽ നിയമമോ ഒന്നും ഇതിനെതിരെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. പ്രതികരിക്കുന്നവരുണ്ട്. ഈ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ താഴെ പോയി കമന്റ് വായിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഊക്ക് വാങ്ങിക്കുന്ന ഒരു മനുഷ്യൻ ഞാൻ കണ്ടിട്ടില്ല. എന്നിട്ടും നാണമില്ലാതെ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇത് അനുവദിച്ചു കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. കാണുന്ന ലേഡീസിനെ എല്ലാം വെച്ചിട്ട് അത് പിന്നെ ഒരു വാർത്തയാവും. ഓൺലൈനിലൊക്കെ അതൊരു ന്യൂസ് ആവുകയാണ്. ഓൺലൈനിൽ വന്ന ഒരു ന്യൂസ് ഞാനിപ്പം വായിച്ചു കേൾപ്പിക്കുക. ഒരു ചാനൽ വന്നതാണ്. ഈ ഒരു വീഡിയോയുടെ ബേസിൽ നിങ്ങളുടെ വീഡിയോ കണ്ടു. നിങ്ങൾ പറഞ്ഞ പല കാര്യത്തിലും ഞാൻ സാക്ഷിയാണ്. നിങ്ങൾക്ക് ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ട്രോമയിലൂടെയാണ് കടന്നുപോയത്. ഞാനും അങ്ങനെ ജീവിച്ച ആളാണ്.
നിങ്ങളൊരു ഡോക്ടറാണ്, ഞാനൊരു എഞ്ചിനീയറാണ്. വിവാദങ്ങൾ പുകഞ്ഞുകൊണ്ടിരിക്കെ നടൻ ബാലയുടെ മുൻ ഭാര്യ ഡോക്ടർ എലിസബത്ത് ഉദയന്റെ വിഭാഗ അഭ്യർത്ഥനയുമായി ആറാട്ടണ്ണൻ. ഇതാണ് അതിന്റെ ചുരുക്കം. സോഷ്യൽ മീഡിയ താരമായ ആറാട്ടണ്ണൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് വിവാഹാഭ്യർത്ഥന നടത്തുന്ന വീഡിയോ പങ്കുവച്ചത്. എലിസബത്ത് തയ്യാറാണെങ്കിൽ വിവാഹം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്നാണ് ആറാട്ടണ്ണൻ പറയുന്നത്. എലിസബത്തിനെ ബന്ധപ്പെടാൻ ഒരുപാട് ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും ഇതോടെയാണ് പബ്ലിക്കായി ഇക്കാര്യം പറയാൻ തീരുമാനിച്ചതെന്നും ആറാട്ടണ്ണൻ വീഡിയോയിൽ വ്യക്തമാക്കുന്നു. കൂടാതെ ചില കുറിപ്പുകളും സന്തോഷ് പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു. നിങ്ങൾ പറഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആറാട്ടണ്ണൻ തന്നെയാണ് ഇതിനു മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സിനിമാ നടികളെയും വെച്ചിട്ടും എനിക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് അവരെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ട്, ഞാൻ മനസ്സുകൊണ്ട് സ്നേഹിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരുന്നു. അവരാരും ഇതിന് പുറകിൽ പോയില്ല. ഇത് ഭയങ്കര ചർച്ചയായ ഒരു നടിയെ ചേർത്ത് വെച്ചിട്ട് ഒരുപാട് ചർച്ചയായ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് അവരൊന്നും ഇതിന് പുറകിൽ പോകാത്തത് ഇങ്ങനെ ഒരാളുടെ പുറകിൽ പോയിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ ഇതിപ്പോ സ്ഥിരം ഇതാണ് പരിപാടി. നിങ്ങൾക്ക് ആ ഫേസ്ബുക്ക് അക്കൗണ്ടിലോട്ട് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. പബ്ലിക്കായി ന്യൂസൻസ് പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പം പറയും, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. അവൻ ചെയ്തോട്ടെ, അവന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അവൻ തോന്നുന്ന പറയുന്നത് മറ്റുള്ളവർക്ക് വിഷയമില്ല, നിങ്ങൾക്ക് എന്താണ് വിഷയമെന്ന്. പക്ഷേ ഇതൊക്കെ ഒരുപാട് അതിര് കടന്ന് ഇതൊക്കെ മേളിൽ അങ്ങ് പോയി കഴിഞ്ഞു. ഇതിന്റെ ഒരു ഇതിന്റെ കുറെ കമന്റുകൾ വന്നിട്ടുണ്ട്. ഈ കമന്റുകൾ ഞാനിപ്പോൾ വായിച്ചേപ്പിക്കാം. നിങ്ങൾക്ക് ആ കമന്റുകൾ കേട്ടാൽ തന്നെ മനസ്സിലാവും എത്രമാത്രം ഊക്ക് വാങ്ങിക്കുന്നുണ്ടെന്ന് ആ ഓരോ പോസ്റ്റിനും. താങ്കൾ പ്രപ്പോസ് ചെയ്യാത്തതായിട്ട് ഇനി ബാക്കിയുള്ളത് മഹാരാജാസ് ഗ്രൗണ്ടിലെ വിളക്കുകാല് മാത്രമേ ഉള്ളൂ. സത്യമാണ്. കാണുന്ന പെണ്ണുങ്ങളെല്ലാം പ്രപ്പോസ് ചെയ്യുക, അതും നേരിട്ട് വന്നിട്ട് പിന്നെ ഫേസ്ബുക്കിൽ ലൈവ് ഇടുക, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വീഡിയോ ഇടുക, വീഡിയോ ഇട്ടങ്ങ് പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊന്നും ആരും പ്രതികരിക്കാത്തത് അവർക്ക് ഇതിന് പുറകെ നടക്കാൻ വയ്യ. എവിടെ ഒരുത്തം കിടന്ന് എവിടെ കിടന്ന് ഭാവിക്കുന്നു, അതിന് ഞങ്ങൾക്ക് ഇതിന് മറുപടി പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ ഇത് ഇങ്ങനെ പോയാൽ ഇതിപ്പോ എന്തായാലും ഇത് കുറച്ച് കഴിയുമ്പോൾ വേറെ ആരുടെങ്കിലും പോയി ഇങ്ങനെ പറയും. മിക്കവാറും ഇത് എലിസബത്ത് തന്നെ ഇതിനെതിരെ കേസിന് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് വെച്ച് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നീട് ഒരു കമന്റ് വന്നിരിക്കുന്നത്, ഇയാൾക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കൂ ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. എലിസബത്തിനോടാണ് ഈ പറയുന്നത്. ആ കമന്റാണ്. കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറയുന്നത് എത്ര ശരിയാണ്. ഇതൊക്കെയാണ് അതിനകത്ത് വരുന്ന കമന്റുകൾ. തനിക്ക് ചെറിയ കഴപ്പൊന്നുമല്ല എന്ന് പറയുന്നത്. ഇതാണ് പറയുന്നത്, ആയ കാലത്ത് പെണ്ണ് കെട്ടിക്കണമെന്ന്. ഇനി അടുത്ത ആഴ്ച പുതിയ പെണ്ണിന്റെ പേരുമായിട്ട് ആറാട്ട് തിരിച്ചു വരും എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആ അക്കൗണ്ടിലേക്ക് നമ്മൾ കയറി നോക്കിയാൽ ഇതിനേക്കാൾ ഇതിന്റെ കൂട്ടുകാരുണ്ട് അലൻ ജോസ് പെരേര. ഇപ്പൊ ഇവര് തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം നടക്കുന്നത്. ഇതൊക്കെ കണ്ട് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് നമ്മളൊക്കെ ചിരിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഇല്ല. പക്ഷെ ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ മീഡിയാസ് ഉണ്ടല്ലോ, ഇവർ വരുമ്പോഴത്തേക്ക് ഇവർ ഇന്റർവ്യൂ എടുക്കുക. അവർക്ക് അവരുടേതായ വരുമാനം കിട്ടുന്നുണ്ട്. ഇവരെയൊക്കെ വെച്ച് എന്തെങ്കിലും സംസാരിപ്പിച്ച് കഴിഞ്ഞാൽ അത് ട്രെൻഡിങ്ങിൽ വരും, അത് ഓടും. ഇവന്മാര് കാണിക്കുന്ന ഈ കോമാളിത്തരം മൊത്തം എടുത്തിട്ട് അവർ ക്യാഷ് ആക്കുന്നു എന്നാണ്. പക്ഷെ ഇത് സമൂഹത്തിന് ഞാൻ നോക്കിയിട്ട് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. കാണുന്ന പെണ്ണുങ്ങളെല്ലാം കയറി പ്രപ്പോസ് ചെയ്യുക, കാണുന്ന പെണ്ണുങ്ങളെ വായി വരുന്നതെല്ലാം പറയുക. ഇതൊക്കെയാണ് മെയിൻ പരിപാടി. അല്ലെങ്കിൽ ഞാനിതൊരു ചെറിയ വീഡിയോ ആയിട്ടേ ചെയ്യുന്നുള്ളൂ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയണമെന്നുണ്ട്. വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അവിടെ ബാലയും എലിസബത്തും തമ്മിലുള്ള വലിയൊരു ഇഷ്യൂ നടക്കുന്നുണ്ട്. ബാലയുടെ പല കാര്യങ്ങളിലും ആറാട്ടണ്ണൻ അതിനകത്ത് ഭാഗമായിരുന്നു എന്ന് ആറാട്ടണ്ണൻ പറയുന്നുണ്ട്. എനിക്കറിയില്ല, പലതും ഞാൻ കണ്ടു കേട്ടു, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്. എന്നാലും എനിക്ക് താങ്കളെ ഇഷ്ടമാണെന്നാണ് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞ ലേഡി സൂപ്പർ സ്റ്റാറിനെ, അതിന് മുമ്പ് നമ്മുടെ വേറൊരു നടിയെ, 2-3 നടിമാരെ, അങ്ങനെ കാണുന്ന ആൾക്കാരെ എല്ലാം ഓരോ ദിവസം വന്ന് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അക്കൗണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ഇവർക്കൊന്നും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് തുടങ്ങാനുള്ള ഒരു അനുവാദം പോലും കോടതി പോലും കൊടുക്കരുത്. ഇതൊരു പബ്ലിക് ന്യൂസൻസ് ആയിട്ട് തന്നെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്കെതിരെയും പൊങ്കാല ഉണ്ടായിരിക്കാം. എനിക്കത് പ്രശ്നമല്ല. എന്തായാലും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയണമല്ലോ. ഇത് തീർച്ചയായിട്ടും ഇതൊരു പബ്ലിക് ന്യൂസൻസ് തന്നെയാണ്. ഈ പറയുന്ന ആൾക്കാർ വീട്ടിലിരിക്കുന്ന അല്ലെങ്കിൽ പ്രശസ്തരായ വ്യക്തികളെ കുറിച്ച്, അതും ലേഡീസിനെയാണ് ഏറ്റവും കൂടുതൽ ഇവർ പറയുന്നത്. ലേഡീസിനെ കുറിച്ച് ജീവിതം കൊടുക്കാൻ ഇറങ്ങിയേക്കുന്ന 1-2 പേര്, അതിലൊരാളാണ് ഇത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.